ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ലിങ്കൺഷെയറിലെ ഒരു കൊച്ചു വീട്ടിലാണ് ജനിച്ചത്. ന്യൂട്ടൻ്റെ പിതാവ് ന്യൂട്ടൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അമ്മയാണ് ന്യൂട്ടനെ വളർത്തിയത്. ചെറിയ വരുമാനമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതിനാൽ മകൻ്റെ പഠന ചെലവിനും മറ്റുമായി മാതാവിന് വളരെയധികം വിഷമിക്കേണ്ടി വന്നു. ചെറുപ്പത്തിൽ തന്നെ ന്യൂട്ടന് യന്ത്രങ്ങളോടും ആകാശത്തോടും വലിയ ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും യന്ത്രം കണ്ടാൽ ന്യൂട്ടൺ മണിക്കൂറുകളോളം അതിൽ ശ്രദ്ധിക്കും. ആകാശത്തേക്ക് ദീർഘനേരം നോക്കിയിരിക്കുക അവന് കൗതുകമായിരുന്നു. ആകാശമണ്ഡലത്തിലെ പ്രതിഭാസങ്ങൾ അവനെ വളരെയധികം ആകർഷിച്ചു. ദാരിദ്ര്യം കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ന്യൂട്ടന് കഴിഞ്ഞില്ല. 15-ാം വയസ്സിൽ ന്യൂട്ടൺ കന്നുകാലികളെ നോക്കുന്ന ജോലിയിലായി. പക്ഷേ ആ ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അമ്മയ്ക്കും ഇക്കാര്യം അറിയാമായിരുന്നു. തൻ്റെ മകൻ പഠിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ മാതാവിന് മനസ്സിലായി. ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് പഠിക്കുവാൻ വലിയ ആഗ്രഹമില്ലേ? നീ കന്നുകാലികളെ നോക്കുന്ന ജോലി നിർത്തി നാളെ മുതൽ സ്കൂളിൽ പോയിക്കോ. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൻ പഠനം തുടർന്നു. 18 വയസ്സുള്ളപ്പോൾ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പ്രവേശനം ലഭിച്ചു. ന്യൂട്ടണ് 24 വയസ്സുള്ളപ്പോൾ ലിങ്കൺഷെയറിലെ ഒരു പൂന്തോപ്പിൽ അവൻ ഇരിക്കുകയായിരുന്നു. ആകാശത്തെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത മുഴുവനും. പെട്ടെന്ന് ഒരു ആപ്പിൾ പഴം അടുത്ത് നിന്ന് ആപ്പിൾ മരത്തിൽ നിന്ന് അടർന്ന് യുവാവായിരുന്ന ന്യൂട്ടൻ്റെ അടുത്ത് വീണു. ഈ കാഴ്ച ന്യൂട്ടനെ വളരെയധികം ചിന്തിപ്പിച്ചു. ഈ ആപ്പിൾ എന്തുകൊണ്ടാണ് താഴേക്ക് വീണത്? എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നില്ല? ഇത്തരം ചിന്തകൾ യുവാവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ തന്നെ ന്യൂട്ടൺ തീരുമാനിച്ചു. ഗണിതശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ അതിനായി ശ്രമിച്ചു. ഊണും ഉറക്കവുമില്ലാതെയുള്ള അധ്വാനം. 21 വർഷത്തെ നിരന്തര ഗവേഷണത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചു. ഭൂമിയുടെ ആകർഷണമാണ് വസ്തുക്കൾ താഴേക്ക് വരാൻ കാരണം. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഭൂമി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണത്തിൻ്റെ അളവാണ്. ഒരേ വസ്തുവിന് ഇതര ഗ്രഹങ്ങളിൽ വ്യത്യസ്ത ഭാരം അനുഭവപ്പെടും എന്ന് തുടങ്ങിയ തത്വങ്ങളെല്ലാം അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ സത്യങ്ങളെല്ലാം ദ പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ രഹസ്യങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ചതും ന്യൂട്ടനാണ്. അക്ഷീണമായ പരിശ്രമവും പ്രതീക്ഷയുമാണ് അദ്ദേഹത്തെ മഹാനാക്കിയത്. ഈ ഗുണങ്ങളുള്ളവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം നശിച്ച് നിഷ്ക്രിയരായിരിക്കുന്നവർക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. ലോകത്തിന് തന്നെ കൊണ്ട് ആവശ്യമുണ്ട്. താൻ മാറി നിൽക്കേണ്ടവനല്ല എന്ന ചിന്ത മനസ്സിൽ നിറയ്ക്കണം. അപ്പോൾ തന്നെപ്പറ്റി ആത്മാഭിമാനവും പ്രതീക്ഷയും ഒരുവൻ്റെ ഉള്ളിൽ നിറയും. ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും അപ്പോഴാണ് ഒരുവൻ കാണുന്നത്. പ്രതിബന്ധങ്ങളോടും പ്രയാസങ്ങളോടും ഏറ്റുമുട്ടി ജീവിക്കുന്നതിൽ സന്തോഷവും ആഹ്ലാദവും കാണുന്നു. മഹാനായ ആർതർ ഗിറ്റർമാൻ പ്രസ്താവിക്കുന്നത്, പ്രതീക്ഷ മൂകമായിരിക്കുമ്പോൾ ലോകം നമുക്ക് അർത്ഥശൂന്യമായി തീരും. തനിക്ക് ഓരോ ദിവസവും ചിലതൊക്കെ നേടണം എന്ന ചിന്ത നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു നിൽക്കണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള വ്യർത്ഥതാബോധവും നിരാശയും മാറിക്കിട്ടും. പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതം ആഹ്ലാദ നിർഭരമായിരിക്കും. അവന് തന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ പരാതികളോ ആവലാതികളോ ഇല്ല. ജീവിതം അവന് സുന്ദരമാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലതൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ മണിമുറ്റത്ത് സ്വപ്നങ്ങളുടെ സുഗന്ധ ചെടികൾ നാം നട്ടുപിടിപ്പിക്കണം. ആ ചെടികളിൽ പൂക്കൾ വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധം എല്ലായിടത്തും പ്രസരിക്കണം. അങ്ങനെയായാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽക്കാതെയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാനായി നമുക്ക് സാധിക്കും. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിപ്പാനായി ഈ പുതിയ മാസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് നല്ല ക്രിയാത്മകമായ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു മാസത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ശുഭചിന്തകൾ അതിനെ അടിസ്ഥാനമാക്കി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കട്ടെ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ എല്ലാം തന്നെ നന്നായി ഉപയോഗിക്കുവാനും ജീവിതത്തിൽ വിജയം നേടുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം എല്ലാത്തിനും മതിയെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോ നിമിഷവും അവിടുന്ന് സഹായിക്കണമേ. പുതിയൊരു മാസത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.